ശബരിമലയെ രാഷ്ട്രീയ പോരിന്റെ ഒരു ആയുധമാക്കുന്നത് ശരിയാണെന്നുള്ളത് അല്ല, നിങ്ങളാണ് ഇവരെല്ലാം എന്തിനാണ് ശബരിമലയുടെ പൗത്രത കടയാതെ, അത് ഒരു രാഷ്ട്രീയ ചർച്ചയും വിവാദം സൃഷ്ടിക്കാതെ അതിന്റെ പൗത്രത സൂക്ഷിക്കാൻ എല്ലാ രാഷ്ട്രീയത്തിലും അവർ ശബരിമലയെ അതിന്റെ പൗത്രത സൂക്ഷിക്കാൻ അഭിപ്രായ സമന്വയത്തോടുകൂടി മുമ്പോട്ട് പോകണം. അതിന് പിണറായി ഗവൺമെന്റ് പറഞ്ഞു എന്നുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയല്ല വേണ്ടത്. അത് വിവാദ ഭൂമി ആക്കരുത് ശബരിമല. ഈ ബിന്ദു അമ്മിണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റിനെ രാത്രി ആംബുലൻസിൽ കയറ്റി അവിടെ ചെന്നിട്ട് ആചാരലംഘനം നടത്തിയത് ശരിയാണോ? ഒരു ഭക്ത അല്ലെങ്കിൽ ഞാൻ ആ കഴിഞ്ഞ അധ്യായമല്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, എന്നാണ് ജീവിക്കുന്നത്. ഇത് എത്രയോ കൊല്ലം മുമ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഗവൺമെന്റ് പിന്നെ ഭരണത്തിൽ വന്നത്. ഭരണത്തിൽ വന്നതുകൊണ്ട് ചെയ്ത തെറ്റില്ലാണ്ടാവുന്നുണ്ടോ? അവിടെ ഭരണത്തിൽ വന്നതുകൊണ്ട് ഇവര് തള്ളപ്പെട്ടോ ജനങ്ങളുടെ മുന്നിൽ? അല്ല, അത് അവർക്ക് തെറ്റാണെന്നെങ്കിലും ഇപ്പം തോന്നുന്നുകൊണ്ടല്ലേ അത് ആ തെറ്റ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ അതിനുശേഷം അതുപോലുള്ള ഒരു ആക്ടിവിറ്റീസും കൊണ്ട് ഈ ഗവൺമെന്റ് വന്നില്ലല്ലോ. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഴയത് പലതും. സെക്രട്ടറി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വാദിക്കാനും വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ വക്കാലത്തോടുത്ത് വന്നത് ഞാൻ ചോദിക്കട്ടെ. അതിനു മുമ്പ് പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് തുടങ്ങിട്ട് ഇത് തുടങ്ങുകയാണ്. നിങ്ങൾ കാട് കയറ്റാൻ ശ്രമിക്കാതെ നിങ്ങൾ ശബരിമല അതിന്റെ പുണ്യത അത് എന്റെ വിവാദ ഭൂമിയാക്കാതെ എല്ലാവരും സഹായിക്കുക. ഇപ്പൊ നല്ല ഗവൺമെന്റ് അതിനെ അങ്ങേറ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ സഹായിച്ചുകൊണ്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ദേവസ്വം ബോർഡ് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ദേവസ്വം ബോർഡിനുള്ള എല്ലാ പിൻബലവും ശക്തിയും ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ചിട്ടാണ് ആളുകൾ. ഗവൺമെന്റിന് എല്ലാ സഹായം ചെയ്ത് കൊടുക്കുന്നില്ല അവർക്ക്. അതുകൊണ്ട് എത്ര നാളുകളായി ഭംഗിയായിട്ട് ശബരിമല പോകുന്നു. അതിന്റെ പ്രസക്തിയും വർദ്ധിപ്പിച്ച് കേരളത്തിന്റെ തന്നെ ഏതാണ്ട് 1200 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. ഇതില് എത്ര എണ്ണം സ്വയം പര്യാപ്തയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 1000 മേൽ സ്വയം പര്യാപ്തത ഇല്ലാത്തതാണ്. അതെല്ലാം സ്വയം പര്യാപ്തതയിലേക്ക് വളരാനും ഉയരാനും അങ്ങനെ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും സമ്പുഷ്ടമാകട്ടെ. അതോടൊപ്പം തന്നെ കേരളം സമ്പുഷ്ടമാകട്ടെ, ഇന്ത്യ സമ്പുഷ്ടമാകട്ടെ. ശബരിമലയുടെ വളർച്ച ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു ഭാഗം കൂടെയാണ്, കേരളത്തിന് മാത്രമല്ല. അങ്ങനെ വലിയ വിശാല മനസ്സോട് കണ്ടുകൊണ്ട് മീഡിയകൾ പ്രശ്നം സൃഷ്ടിക്കാനില്ല, പ്രശ്ന പരിഹാരം കാണാനും നല്ലതെന്ന് പറയാനും ഉള്ള വലിയ മനസ്സ് നിങ്ങൾ കാണിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. BJP നടത്തുന്ന ഈ ബദൽ അയ്യപ്പ സംഗമം അത് ശരിയാണോ? ശരിയല്ല. അയ്യപ്പ സംഘം എന്നുള്ള ഇപ്പൊ അതിൽ തന്നെ ഒരാൾ പറഞ്ഞ കേട്ട് സീതാരാമ സംഗമം നടത്തുന്നത് അവരുടെ മോർച്ചയാണ്, പിന്നോക്ക മോർച്ചയാണ്. അപ്പൊ അവർക്കൊക്കെ വല്ല വീക്ഷണം വിവേകമുണ്ട്. എന്താണ് അവർ കാണിക്കുന്നത്? ഇതിനെതിരെന്തിനവർ നിൽക്കണം? ഇപ്പോൾ ഇവരെതിരുന്നതുകൊണ്ട് വല്ലതും സംഭവിക്കണ്ടോ? ഇവിടെ ജനം ഇത് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ടും ഈ സംഗമത്തെയും സ്വീകരിച്ചു കഴിഞ്ഞു, ശബരിമലയും സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ അതിനെതിരെ നിൽക്കുന്നവൻ മഴവെള്ളച്ചാട്ടത്തിനെതിരെ പഴമറവും കൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കും. രണ്ട് നിലപാടുകളോട് പറയുന്നത് NSS പറഞ്ഞിരിക്കുന്നത് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഈ KPMSന്റെ ഒരു നിലപാടുണ്ട്. KPMS പറയുന്നത് അതായത് സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന സാധനം സുപ്രീം കോടതി അവിടുത്തെ യാഥാർത്ഥ്യമാണ് വിധിയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിക്കാനെത്തിയത് PS പ്രശാന്താണ്. ക്ഷണം സ്വീകരിക്കുക മാത്രമല്ല, എന്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം വേണം എന്നുള്ളത് എണ്ണി പറയുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അതോടൊപ്പം തന്നെ ബദൽ സംഗമത്തിനെ എതിർക്കുകയും ശക്തമായ ഭാഷയിൽ തന്നെ എതിർക്കുകയും വെള്ളാപ്പള്ളി ചെയ്യുന്നുണ്ട്.